ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവൈരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ പൗണ്ഡ്രകൻ്റെ മോക്ഷവും കാശിരാജാവിൻ്റെ വധവുമാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. ഭഗവാന്റെ സന്ദേശം കൊണ്ട് ദൂതൻ തിരിച്ചു പോയതും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അതായത് ഞാനാണ് യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞ് ഒരു ദൂതനെ ദ്വാരകയിലേക്ക് പറഞ്ഞു വിട്ടു. സഭാമധ്യത്തിൽ ആ ദൂതൻ പൗണ്ഡ്രകൻ്റെ സന്ദേശം ശ്രീകൃഷ്ണനെ അറിയിച്ചു. യഥാർത്ഥത്തിൽ വാസുദേവൻ, പരമപുരുഷനായിരിക്കുന്ന വാസുദേവൻ ഞാൻ തന്നെയാണ്, ഞാനാണ് പൗണ്ഡ്രകനായിട്ട് അവതരിച്ചത് എന്നൊക്കെ ആ ദൂതൻ വഴി ശ്രീകൃഷ്ണനെ അറിയിച്ചു. അതിന് മറുപടിയായിട്ടും ഭഗവാൻ ആ സന്ദേശം ദൂതൻ പൗണ്ഡ്രകിൽ എത്തിച്ചു. ഭഗവാൻ കൃഷ്ണൻ്റെ സന്ദേശം ദൂതൻ പൗണ്ഡ്രകനിൽ എത്തിച്ചു. അതിലെ അധിക്ഷേപങ്ങൾ മുഴുവൻ ക്ഷമയോടെ കേട്ടു. കൂടുതൽ കാത്തു നിൽക്കാതെ തെമ്മാടിയായിരിക്കുന്ന പൗണ്ഡ്രകനെ ശിക്ഷിക്കാനായി ഭഗവാൻ കൃഷ്ണൻ തേരിലേറി യാത്ര പുറപ്പെട്ടു. അന്ന് കുരുഷത്തിലെ രാജാവ് സുഹൃത്തായിരിക്കുന്ന കാശി രാജാവിനോടൊത്തായിരുന്നു വാസം. അതിനാൽ കൃഷ്ണൻ കാശി നഗരം മുഴുവൻ വളഞ്ഞു. കാരണം പൗണ്ഡ്രകൻ ഈ കാശി രാജാവിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു, ശ്രീകൃഷ്ണൻ്റെ ശത്രുവും. അപ്പോൾ ഈ കാശി രാജാവിനോടൊത്തമായിരുന്നു ഈ പൗണ്ഡ്രകനും താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ സന്ദേശം കൊടുത്തയച്ചിട്ട് അനങ്ങാതിരുന്നില്ല. എത്രയും വേഗം സൈന്യവുമായിട്ട് പോയിട്ട് ആ കാശി രാജ്യം മുഴുവൻ വളഞ്ഞു. പൗണ്ഡ്രകൻ വലിയ യോദ്ധാവായിരുന്നു. കൃഷ്ണൻ്റെ ആക്രമണത്തെക്കുറിച്ച് കേട്ട, ഇല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ സൈന്യവുമായിട്ട് യുദ്ധത്തിനായി കൊണ്ട് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ പൗണ്ഡ്രകൻ നിമിഷത്തിൽ തന്നെ തൻ്റെ 2 അക്ഷോഹിണിപ്പടി സൈന്യത്തോടു കൂടി അയാൾ നഗരത്തിന് പുറത്തിറങ്ങി. കാശി രാജാവ് പൗണ്ഡ്രകൻ്റെ സുഹൃത്തായിരുന്നു. 3 അക്ഷോഹിണിപ്പടയുമായിട്ട് അദ്ദേഹവും കാശി രാജാവും പൗണ്ഡ്രകനെ സഹായിച്ച് കൃഷ്ണനോട് ആക്രമിക്കാനായിക്കൊണ്ട് വന്നു. കൃഷ്ണനെ ആക്രമിക്കാൻ ഇരു രാജാക്കന്മാരും എത്തിയപ്പോഴാണ് കൃഷ്ണൻ ആദ്യമായിട്ട് പൗണ്ഡ്രകനെ മുഖാമുഖം കാണുന്നത്. ഈ സന്ദേശം വായിച്ചുള്ള ഇവർ തമ്മിൽ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോഴാണ് ശംഖ്, ചക്രം, ഗദ എന്നീ ചിഹ്നങ്ങളാൽ അലങ്കൃതമായിരിക്കുന്ന പൗണ്ഡ്രകനെ കൃഷ്ണൻ കണ്ടത്. അപ്പം ശ്രീകൃഷ്ണൻ ചതുർബാഹു വിഗ്രഹം ഇല്ലേ, ചതുർബാഹു രൂപത്തിലൊക്കെ ധരിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ആ വേഷം കെട്ടിട്ടില്ല, ആരോ ചതുർബാഹു രൂപം കാണിച്ചുകൊണ്ടല്ല ഭഗവാൻ നടക്കുന്നത്. ഇവിടെ പൗണ്ഡ്രകൻ ശരിക്കും കൃത്രിമമായിട്ടുള്ള 2 കൈകൾ വച്ചു കെട്ടി അതിൽ ശംഖ്, ചക്രം, ഗദ, പത്മം 4 തൃക്കൈകളുടെ ഭാവത്തിലാണ് പൗണ്ഡ്രകൻ അവിടെ പ്രകടമായത്. അപ്പോൾ ശ്രീകൃഷ്ണൻ പോലും പൗണ്ഡ്രകനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇരു രാജാക്കന്മാരും തയ്യാറായിട്ട് തൻ്റെ മുമ്പിൽ വന്നപ്പോഴാണ് പൗണ്ഡ്രകനെ മുഖാമുഖം കാണുന്നത്. ആ പൗണ്ഡ്രകൻ ശംഖ്, ചക്ര, ഗദ, പത്മം എന്നീ ചിഹ്നങ്ങളാൽ അലങ്കൃതനായിരിക്കുന്ന പൗണ്ഡ്രകനെ കൃഷ്ണൻ കണ്ടു. അയാൾ കയ്യിൽ ശാരംഗം എന്ന വില്ലും മാറിൽ ശ്രീവത്സം എന്നിവയും ധരിച്ചിരുന്നു. മാറിൽ കൃത്രിമമായിട്ട് നിർമ്മിച്ച കൗസ്തുഭരത്നം ഭഗവാൻ വാസുദേവൻ്റെ ശരീര പകർപ്പ് പോലെ കഴുത്തിൽ പൂമാല അണിഞ്ഞിരുന്നു. മഞ്ഞ നിറത്തിലുള്ള പട്ടാമ്പരമാണ് ഉടുത്തിരുന്നത്. രഥത്തിലെ പതാകയിൽ ഗരുഡ ചിഹ്നവും കൂടി ആയപ്പോൾ ശരിക്കും കൃഷ്ണൻ്റെ ചിഹ്നങ്ങളൊക്കെ ഒത്തു. ആ ശ്രീവത്സത്തിൻ്റെ ഇല്ലെങ്കിൽ മാറിലെ ഭഗവാന്റെ ശ്രീവത്സത്തിൻ്റെ ഭാവം ഇല്ലെങ്കിൽ ശ്രീപാദം, ഒരു പാദത്തിൻ്റെ ചിഹ്നമുണ്ട്. അത് ശരിക്കും കൃത്യമായിട്ട് പൊള്ളിച്ചൊക്കെയാണ് പൗണ്ഡ്രകൻ അത് പാടുവരുത്തിയെന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് കൃത്രിമമായിട്ട് വേഷം കെട്ടിയ ആളാണ്. അപ്പോൾ മാറിൽ കൃത്രിമമായിട്ട് നിർമ്മിച്ച കൗസ്തുഭരത്നവും ധരിച്ചിരുന്നു. ഭഗവാൻ വാസുദേവൻ്റെ ശരി പകർപ്പ് തന്നെ. കഴുത്തിൽ പൂമാല അണിഞ്ഞിരുന്നു. മഞ്ഞ നിറത്തിലുള്ള പട്ടാമ്പരമാണ് ഉടുത്തിരുന്നത്. രഥത്തിലെ പതാകയിൽ ഗരുഡവാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഗരുഡൻ്റെ ചിഹ്നവും കൂടി ആയപ്പോൾ ശരിക്കും കൃഷ്ണൻ്റെ ചിഹ്നങ്ങളൊക്കെ ഒത്തു. വളരെ വിലപ്പെട്ട ഒരു കിരീടം ശിരസിൽ അണിഞ്ഞിരുന്നു. കാതിലെ കുണ്ടലങ്ങൾ മകരകുണ്ടലം പോലെ പ്രഭം വിതറുകയും ചെയ്തു. എന്നിരുന്നാലും മൊത്തത്തിൽ അയാളുടെ വേഷഭൂഷാദികൾ തികച്ചും
അനുകരണങ്ങളായിരുന്നു. വാസുദേവന്റെ കപടവേഷത്തിൽ രംഗത്തെത്തിയിരുന്ന നടനാണെന്ന് അയാളെ കണ്ടാൽ തോന്നിയിരുന്നുള്ളൂ. തൻ്റെ ഭാവവും വേഷവും അതേപടി അനുകരിച്ചിരുന്ന പൗണ്ഡ്രകനെ കണ്ടപ്പോൾ ശ്രീകൃഷ്ണന് ചിരി അടക്കാനായില്ല. തികഞ്ഞ സംതൃപ്തിയോടെ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. പൗണ്ഡ്രകന്റെ പക്ഷത്തെ പടയാളികൾ കൃഷ്ണന്റെ മേൽ തങ്ങളുടെ ആയുധങ്ങൾ ചൊരിഞ്ഞു തുടങ്ങി. അപ്പോൾ അവിടെ യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിനായിക്കൊണ്ടാ എന്നെ അംഗീകരിച്ചില്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് പൗണ്ഡ്രകൻ ആദ്യം തന്നെ ദൂതൻ്റെ കൊടുത്ത സന്ദേശത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ ഞാൻ പറയുന്നതൊക്കെ കേട്ട് എന്നെ ശരണം പ്രാപിക്കുക, ഇല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകാനാണ് സന്ദേശം തന്നെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഭഗവാൻ സൈന്യമായിട്ട് വന്നു. അപ്പോൾ പൗണ്ഡ്രകനും യുദ്ധത്തിന് തയ്യാറായി. കാശി രാജാവ് സഹായിക്കാനായിക്കൊണ്ട് 3 അക്ഷോഹിണിപ്പടയായിട്ടാണ് വന്നത്. അപ്പം ഇവരുടെ 2 പേരുടെ സൈന്യം എന്ന് പറഞ്ഞാൽ 5 അക്ഷോഹിണിപ്പടയുണ്ട് പൗണ്ഡ്രകൻ്റെ ഭാഗത്ത് നിന്നർത്ഥം. അങ്ങനെയാണ് ഇവിടെ വേഷം കെട്ടുക എന്ന് പറഞ്ഞാലോ, ഈ വേഷം കെട്ടുക എന്ന് പറഞ്ഞാലും അഭിനയിക്കാൻ വരുന്നവരെന്തായാലും എത്രയൊക്കെ തന്മയീഭാവം വന്ന് അതേ കഥാപാത്രമാകാൻ ശ്രമിച്ചാലും പൂർണ്ണത എന്തായാലും വരില്ല. എത്രയൊക്കെ ആയാലും തന്മയീഭാവം വരുത്താൻ ശ്രമിച്ചാൽ തൻ്റെ ഭാവവും വേഷവും അതേപടി അനുകരിച്ചിരുന്ന പൗണ്ഡ്രകനെ കണ്ടപ്പോൾ ശ്രീകൃഷ്ണന് ഒരു പുഞ്ചിരിയാണ് ഉണ്ടായത്. തികഞ്ഞ സംതൃപ്തിയോടെ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. പൗണ്ഡ്രകന്റെ പക്ഷത്തെ പടയാളികൾ കൃഷ്ണന്റെ മേൽ തങ്ങളുടെ ആയുധങ്ങൾ പ്രയോഗിക്കാനും തുടങ്ങി. അപ്പോൾ വേഷഭൂഷാദികൾ കൊണ്ടും ഇല്ലെങ്കിൽ അനുകരണങ്ങളാണ്. ഇതാണ് ഭഗവാൻ പറയുന്നത്. ഒരിക്കലും ശാസ്ത്രത്തെ അനുസരിക്കണം, അനുകരിക്കരുതെന്ന് പറയുന്നത്. ഈശ്വരൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് അതനുസരിക്കുകയാണ് വേണ്ടത്, ഇല്ലെങ്കിൽ അനുകരിക്കുകയല്ല വേണ്ടത്. ഭഗവാനെ ഭജിക്കുന്ന ഗുരുവായൂരപ്പനായിട്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനെ ഭജിക്കുന്ന ആൾ ഗുരുവായൂരപ്പൻ്റെ വേഷം കെട്ടി നടക്കുക എന്നുള്ളതല്ല അർത്ഥമാക്കുന്നത്. ആ ഭാവം നമുക്ക് വന്നാൽ പോലും അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഗുരുവായൂരപ്പനാണെന്നുള്ള ആ ഭാവം പ്രകടമാക്കേണ്ടതില്ല എന്നർത്ഥം. അത് തനിക്ക് താൻ തന്നെ ഉൾക്കൊള്ളേണ്ടത്. ആത്മാവിനാൽ തന്നെ ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. ആ ഉയർത്തിക്കൊണ്ടുവരുന്ന ഘട്ടത്തിൽ നമുക്ക് ഈ പറയുന്ന തന്മയീ ഭാവമൊക്കെ വരും. ഒരു ഘട്ടത്തിൽ ഗുരുവായൂരപ്പനാണെന്നൊക്കെ തോന്നും. ഗുരുവായൂരപ്പനെ ഉപാസിച്ച് ഒരു ഘട്ടത്തിൽ ഗുരുവായൂരപ്പൻ, ഞാൻ തന്നെയാണ് ഗുരുവായൂരപ്പൻ എന്ന ഭാവം നമുക്ക് പ്രകടമാകും. പക്ഷെ അതിനെ ആ ഒരു ഘട്ടത്തെ കൂടെ നമ്മൾ അതിക്രമിക്കണം. അതാണ് ഈ ശ്രേയസ്സിനെ പോലും അതിക്രമിക്കുക. ശ്രേയെന്ന് പറയുന്നത് എന്താ? യഥാർത്ഥ വിവേകമാണ് ശ്രേയസ്. ആത്മബോധമാണ് വിവേകം എന്ന് പറഞ്ഞാൽ. അതാണ് ശ്രേയസ്. പക്ഷേ ആ ശ്രേയസ്സും നമുക്ക് ഈ ശരീരത്തോടു കൂടി ഇരിക്കുമ്പം അതിൻ്റെ തന്മയീ ഭാവത്തിൽ നിലനിർത്താനോ ഉപയോഗിക്കാനോ ഒരേപോലെ സാധിക്കില്ല. അപ്പോൾ അതിനെ കൂടി അതിക്രമിക്കണം. അതാണ് ഗുണാതീത ഭാവത്തിലേക്ക്. തുര്യാവസ്ഥയാണ് ഗുണാതീത ഭാവം എന്ന് പറയുന്നത്. യഥാർത്ഥ പരബ്രഹ്മത്തിൻ്റെ ബ്രഹ്മമായി തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുര്യാവസ്ഥയിൽ എത്തുമ്പോഴാണ് ബ്രഹ്മമായിട്ട് തീരുക. അല്ലാത്തതൊക്കെ താൽക്കാലികമാണെന്നർത്ഥം. അപ്പം അതുകൊണ്ട് ഇവിടെ തിരമാല പോലെ പാഞ്ഞു വന്ന ശൂലം, കഥ, വേൽ, കുന്തം, വാൾ, കഠാര, അസ്ത്രങ്ങൾ തുടങ്ങിയവ മുഴുവൻ കൃഷ്ണൻ നേരിട്ടു. യുദ്ധത്തിനായിക്കൊണ്ട് ഈ ആയുധങ്ങളെയൊക്കെ ഒറ്റയ്ക്ക് തന്നെ ശ്രീകൃഷ്ണൻ നേരിട്ടു. പ്രളയകാലത്ത് സർവനാശകരമായിരിക്കുന്ന അഗ്നി സർവവും ഭസ്മമാക്കുന്നത് പോലെ അദ്ദേഹം ആയുധങ്ങളോടൊപ്പം തന്നെ പൗണ്ഡ്രകന്റെ പടയാളികളെയും സഹായികളെയും തകർത്ത് തരിപ്പണമാക്കി. എതിരാളികളുടെ ആന, കുതിര, തേര്, കാലാൾ എന്നിവയെ മുഴുവനും കൃഷ്ണൻ ഛിന്ന ഭിന്നമാക്കി. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശരീരം യുദ്ധഭൂമിയിലെങ്ങും ചിതറിക്കിടന്നു. ആന, കുതിര, ഒട്ടകം, മനുഷ്യർ എല്ലാം തറ പറ്റിക്കിടന്നിരുന്നു. ലോകസംഹാരകാലത്ത് ശിവന്റെ നൃത്തരംഗം പോലെയായി യുദ്ധഭൂമി എന്ന പോലെ കാണപ്പെട്ടതെങ്കിലും കൃഷ്ണന്റെ ഭാഗത്തു നിന്ന് യുദ്ധവീരന്മാർക്ക് ഇത് കണ്ട് കൂടുതൽ ഉത്സാഹം വർദ്ധിച്ചു. അവർ കൂടുതൽ ശക്തിയോടെ പൗണ്ഡ്രകന്റെ സൈന്യത്തോട് പോരാടി. അപ്പോൾ ഒരു ശരിക്കും യുദ്ധത്തിൻ്റെ സന്നാഹം കൊണ്ടാണ് ഭഗവാൻ പോയതും. ഭഗവാന്റെ എല്ലാ ശക്തികളും ഉപയോഗിച്ചുകൊണ്ട് പൗണ്ഡ്രകന്റെ സൈന്യത്തിനും ഇല്ലേ കാശി രാജാവിൻ്റെ സൈന്യത്തിനും ശത്രുപക്ഷത്തിന് കനത്ത നാശമുണ്ടാക്കി എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് യുദ്ധക്കളം മുഴുവൻ ഇവരുടെയൊക്കെ മൃതശരീരം കൊണ്ട്, മൃഗങ്ങളുടെയും അതായത് ആന, കുതിര, തേര് ഇങ്ങനെയുള്ള വസ്തുക്കളുടെയും ജീവജാലങ്ങളുടെയോ ശരീരം കൊണ്ട് മനുഷ്യരടക്കം
ഒരുപാട് പേര് ഈ യുദ്ധകളത്തിൽ ശവശരീരങ്ങൾ രക്തമൊലിപ്പിച്ച് കിടക്കുന്ന അവസ്ഥ ഉണ്ടായി. ഈ കൃഷ്ണൻ്റെ മുന്നേറ്റം കണ്ടിട്ട്, കൃഷ്ണനും കൃഷ്ണൻ്റെ മുന്നേറ്റവും കണ്ടിട്ട് ആ ദ്വാരകയിലുള്ള യദുവംശ സൈന്യത്തിന് തന്നെ കൂടുതൽ ശക്തിയോടെ പോരാടാനുള്ള ഒരു കർമ്മകുശലത്വം അവിടെ പ്രകടമായി എന്നാണ് പറയുന്നത്. ഈ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ പൗണ്ഡരനോട് പറഞ്ഞു, അല്ലയോ പൗണ്ഡ്രക, വിഷ്ണുവിൻ്റെ ചിഹ്നങ്ങൾ വിശേഷിച്ച് ചക്രായുധം ഉപയോഗിക്കാൻ നീ നമ്മോട് അഭ്യർത്ഥിച്ചു. നമ്മളിപ്പോഴും അത് നിനക്ക് തരാം. നാം ഇപ്പോഴത് നിനക്ക് തരാം, കരുതിയിരുന്നോളൂ. നീ നമ്മെ അനുകരിക്കുകയും സ്വയം വാസുദേവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നിന്നേക്കാൾ വലിയൊരു വിഡ്ഢിയില്ല ഈ ലോകത്തിൽ. താൻ ദൈവമാണെന്ന് പ്രചരണം നടത്തുന്നവനാണ് മനുഷ്യവർഗത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി എന്ന് കൃഷ്ണൻ്റെ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. അതായത് ഞാൻ സ്വയം, നമുക്ക് ഈശ്വരത്വം കൈവന്ന് തന്മയീഭാവം കൈവന്നാലും ഒരു കാരണവശാലും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ അത് വിശ്വസിപ്പിക്കാനോ ശ്രമിക്കരുത് എന്നാണ് പറഞ്ഞത്. അത് അവരവർ ഉൾക്കൊള്ളണം, അവരവർ അനുഭവിച്ചറിയേണ്ട സംഗതിയാണ് ഈശ്വരത്വം. നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും അല്ലെങ്കിൽ തന്നെ നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അതേപോലെ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അതേ ഭാവം മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. ചെയ്യാൻ സാധ്യമല്ല. എല്ലാവർക്കും സാർത്ഥതയുണ്ട്. എല്ലാവരും അവരവരുടെ ഭാവത്തിൽ തന്നെ നിൽക്കൂ. സ്വഭാവസ്തു പ്രവർത്തത. അപ്പോൾ എത്ര അടുത്ത സുഹൃത്തായാലും ഇഷ്ടപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും ബന്ധുക്കളായാലും വേണ്ടില്ല, ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ മക്കളെയോ പൂർണ്ണമായിട്ട് ആർക്കും ഒരു കാലത്തും എത്ര ശ്രമിച്ചാലും മനസ്സിലാക്കാൻ സാധ്യമല്ല. കാരണം എന്താ? ആത്യന്തികമായിട്ട് എല്ലാവരും അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് അവരുടെ പ്രാരാബ്ധം അനുസരിച്ചുകൊണ്ട് ശരീരം എടുത്തുകൊണ്ട് വന്നവരാണ്. അപ്പോൾ അവരവരുടെ നിലപ്പവും അവരവരുടെ കർമ്മവാസനയും അഥവാ വാസനാബലം അനുസരിച്ചു കൊണ്ടാണ് അവരുടെ സ്വഭാവം തന്നെ പ്രകടമാക്കുക. അത് എത്രയൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ കാണിച്ചു കൊടുത്താലും ഒരാളുടെ സ്വഭാവം മറ്റേയാളുടെ സ്വഭാവം കൊണ്ട് താരതമ്യം തന്മയീഭാവം ഒരിക്കലും വരില്ല. പിന്നെ എന്താ വരണം എന്നുണ്ടെങ്കിൽ തന്നെ എന്താ, ആ രണ്ട് വ്യക്തികളുടെ, ഇപ്പം ഈശ്വരനും ഭക്തനും തമ്മിൽ, അല്ലെ ഭക്തനും ഭഗവാനും തമ്മിൽ തന്മയീഭാവം വരണമെന്നുണ്ടെങ്കിൽ അന്ധകരണശുദ്ധിയും വിവേകവും ഉണ്ടാകാത്തിടത്തോളം കാലം ആധ്യാത്മരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും ഈ തന്മയീഭാവം ലഭിക്കില്ല, ഒരേ ഭാവം കൈവരില്ല. ഇനി ഗുണാതീത ഭാവത്തിൽ മാത്രമേ, അതായത് അത്രമാത്രം ഒരു ഘട്ടമാണ് അത്, ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരണം നടത്തും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് എത്തുന്ന അവസ്ഥയിൽ അതേ ഭക്തി ലെവലിലെത്തിയ ഒരാളെ മനസ്സിലാക്കാൻ, ആ ലെവലിലെത്തിയ രണ്ട് ഭക്തന്മാർ തമ്മിൽ കണ്ടാലും അവർക്ക് പരസ്പരം മനസ്സിലാകുന്ന അവസ്ഥയുണ്ടാകും. അതായത് ഭക്തനും ഭഗവാനും ഒന്നാകുന്ന ഘട്ടം തന്മയീഭാവം ഏതൊരു ഭക്തന് കൈവരുന്നോ അതേ ഭാവം കൈവരുത്തിയിട്ടുള്ള മറ്റൊരു ഭക്തന് ഈ ഭക്തനെ മനസ്സിലാക്കാൻ സാധിക്കും. അവർക്ക് ഈശ്വരൻ അവർ തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാകില്ല എന്നർത്ഥം. അപ്പം ഈ ശ്രേയസ് എന്ന് പറയുന്ന ഭക്തിയുടെ ഭാവത്തിൽ ഉണ്ടാകുന്ന ജ്ഞാനം ലഭിച്ചാലും ഭഗവാന്റെ തന്മയീഭാവം ഒരു കാരണവശാലും ഒരേപോലെ ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് നീ നമ്മെ അനുകരിക്കുകയും സ്വയം വാസുദേവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. നിന്നേക്കാൾ വലിയൊരു വിഡ്ഢി ഈ ലോകത്തിലില്ല. താൻ ദൈവമാണെന്ന് പ്രചരണം നടത്തുന്നവനാണ് മനുഷ്യവർഗത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി. അതായത് ആൾ ദൈവം എന്ന് പ്രഖ്യാപിച്ച് ഞാൻ സ്വയം ഈശ്വരനാണെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്നവരൊക്കെ വിഡ്ഢികളാണെന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. കൃഷ്ണന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നു. കൃഷ്ണൻ തുടർന്നും പൗണ്ഡ്രകനോട് പറഞ്ഞു, പൗണ്ഡ്രക, നിന്റെ ഈ തെറ്റായ ചിത്രീകരണമാണ്. ഒരു നാടകം അനുഭവിക്കുന്ന പോലെ, അല്ലെ ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം പോലെ ചിത്രീകരണം നിന്നെ കൊണ്ട് തന്നെ നാം ഉപേക്ഷിപ്പിക്കും. നാം നിനക്ക് കീഴടങ്ങണം, അല്ലേ? ഇതാ നിനക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നാം യുദ്ധം തുടങ്ങുന്നു. നാം തോൽക്കുന്ന അവസരം നിനക്ക് ഞാനിതാ തോൽക്കാനുള്ള അവസരം വേണേ തരാം. നീ എന്നെ തോൽപ്പിച്ചോ. നാം നിനക്ക് കീഴടണമെങ്കിൽ നീ എന്നെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തണം. അല്ല, ഇതാ നിനക്ക് അവസരം ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ നാം യുദ്ധം തുടങ്ങുന്നു. നാം തോൽക്കുകയും നീ ജയിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നാം നിനക്ക് കീഴടങ്ങും. ഇപ്രകാരം
പൗണ്ഡ്രകനെ കഠിനമായിട്ട് ശാസിച്ചും കൊണ്ട് അദ്ദേഹം ഒരസ്ത്രം കൊണ്ട് അവൻ്റെ രഥം തുണ്ടം തുണ്ടമാക്കി. ചക്രായുധം അവൻ്റെ തല ഉടലിൽ നിന്ന് വേർപെടുത്തി. ഇന്ദ്രൻ വജ്രായുധം കൊണ്ട് പർവ്വത ശൃംഖങ്ങൾ ഛേദിക്കുന്നത് പോലെ അതുപോലെ തന്നെ അസ്ത്രങ്ങൾ കൊണ്ട് കാശി രാജാവിനെയും വധിച്ചു. കാശി രാജാവിൻ്റെ ബന്ധുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും കാണാൻ വേണ്ടിയിട്ട് അയാളുടെ ശിരസ് കാശി നഗരത്തിലേക്ക് എറിയുകയും ചെയ്തു. കൊടുങ്കാറ്റ് താമര ഇതളിനെ അങ്ങിങ്ങായി പറത്തിക്കൊണ്ട് പോകുന്നത്ര ലാഘവത്തോടെ കൃഷ്ണൻ ഇക്കാര്യം സാധിച്ചത്. തുടർന്ന് തൻ്റെ തലസ്ഥാന നഗരിയായിരിക്കുന്ന ദ്വാരകയിലേക്ക് മടങ്ങുകയും ചെയ്തു. അപ്പോൾ എത്ര ലളിതമായിട്ടാണ് ഇങ്ങനെയൊരു വിഡ്ഢിവേഷം കിട്ടിയ പൗണ്ഡ്രകനെ ഭഗവാൻ തകർത്ത് തരിപ്പണമാക്കിയത്. അപ്പോൾ ഒരിക്കലും ഈശ്വരനായിട്ട് വേഷം കെട്ടി നടക്കുക എന്ന് പറയുന്നത് ചെയ്യുന്നത് പോലും അന്ധകരണ ശുദ്ധിയും വിവേകവും ഇല്ലാത്തവരെയാണ് ഭഗവാൻ ഇവിടെ വിഡ്ഢികൾ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഭക്തിയുടെ ഭാവത്തിൽ വരുമ്പോൾ ഇല്ലേ ഭക്തരാണെന്ന് നടിച്ച് നടക്കുന്നവരുമുണ്ട്. ഇവരെ പ്രത്യേകിച്ചും കലിയുഗത്തിൽ നമ്മൾ തിരിച്ചറിയണം എന്നർത്ഥം. ഇല്ലെങ്കിൽ അവരുടെ വലയിൽപ്പെടും. ഇപ്പോൾ ചിലർ മനുഷ്യ ദൈവങ്ങളായിട്ട് വേഷം കെട്ടി നടക്കുന്നവരെയും സപ്പോർട്ട് ചെയ്യാനും അവരുടെ പിന്നാലെ നടക്കുന്ന ശിഷ്യഗണങ്ങളെയും നമുക്ക് കാണാം. അതേത് തരത്തിൽ പ്രത്യക്ഷമോ പരോക്ഷമായിട്ടുള്ള ഇല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരെ അനുകരിച്ച് നടക്കുന്ന ഭക്തന്മാരെയും നമുക്ക് കാണാം. അപ്പോൾ അതൊക്കെ യഥാർത്ഥ വിവേകം ലഭിച്ചാൽ മാത്രമേ അങ്ങനെ ഉള്ളവരെ പോലും നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ തന്നെ ഭഗവാന്റെ വേഷം കെട്ടി നടക്കുന്നവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് നശിപ്പിച്ചു എന്ന് കണ്ടെങ്കിൽ, അഥവാ ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ പുണ്യകർമ്മത്തിൻ്റെ ഫലമായിട്ട് ഞാൻ ഭഗവാനാണെന്നുള്ള ഒരവസ്ഥയിൽ ഭക്തിയുടെ ഭാവത്തിൽ എത്തുന്ന ഒരു ഘട്ടമാണത്. അപ്പോൾ അവിടെ ഭഗവാനെ അനുകരിക്കുക ചെയ്യുക. ഭഗവാനെ അനുസരിക്കുന്നവർക്ക് വിവേകം ഉണ്ടാകും. വിവേകം ഉണ്ടാകുന്നവർക്കേ അനുസരിക്കാൻ സാധിക്കൂ. ഇല്ലെങ്കിൽ അനുകരിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ അവിദ്യാദോഷങ്ങളാണെന്നർത്ഥം. ഈ വേഷം കെട്ടി അന്ധകരണ ശുദ്ധി വരാതെ ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ അല്ലാതെ ഒരിക്കലും ആ കഥാപാത്രം ഇപ്പോൾ സിനിമയിലോ ഇല്ലേ നാടകത്തിലോ ഒക്കെ അഭിനയിക്കുന്നവരെ അവർ താൽക്കാലികമായിട്ട് ആ വേഷം കെട്ടി നടത്തി ആ കഥാപാത്രത്തിൻ്റെ ഭാവം പ്രകടമാക്കിയാലും അവർ ജീവിതകാലം മുഴുവൻ ആ ഭാവം കൊണ്ടല്ല നടക്കുക. താൽക്കാലികമായിട്ട് ആ കഥാപാത്രത്തെ ഒന്ന് അനുകരിക്കുക ചെയ്തിരിക്കുന്നത്. അവരൊരിക്കലും അത് ജീവിതത്തിൽ ആ സന്ദേശങ്ങളോ ഇല്ലേ ആ കഥാപാത്രങ്ങളെ അനുസരിക്കുകയോ ചെയ്യുന്നതല്ല. നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ ഓരോ ജന്മം എടുത്തു വരുമ്പോഴും അവരവരുടേതായ ഒരു തന്മയ സ്ഥായിയായ ഒരു സ്വഭാവമുണ്ട് ജന്മവാസന ബലത്താൽ. അത് ശ്രീകൃഷ്ണനുമുണ്ട്. ശ്രീകൃഷ്ണൻ്റെ സ്വഭാവത്തെ മറ്റൊരാൾക്ക് അനുകരിക്കാനേ സാധിക്കൂ, അനുസരിക്കാൻ സാധിക്കില്ല. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥ ശാസ്ത്രത്തെ പ്രമാണമാക്കിക്കൊണ്ട് ആ ഭഗവാന്റെ ഇല്ലെങ്കിൽ വേദോക്തമായിട്ടുള്ള സന്ദേശങ്ങളെ അനുസരിക്കണം. അത് അനുസരിക്കാതിരുന്നാൽ തന്മയഭാവം എങ്ങനെ വരിക? വേഷം കെട്ടിയുണ്ടായില്ല. അപ്പം ഇങ്ങനെ ഭക്തിയുടെ മാർഗത്തിൽ ഇല്ല ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുമ്പം ഏതൊരു വ്യക്തിക്കും മനുഷ്യന് ഇങ്ങനെയൊരു ദോഷം വന്ന് ഭവിക്കാനിട വരും. ആ ഒരു ഘട്ടം കൂടെ നമ്മൾ മറികടക്കണം എന്നർത്ഥം. ഇത് ശ്രേയസ്സാണെന്നോ ഇതിൽ അഹങ്കരിക്കാനോ ഈ ഭാവം മറ്റുള്ളവരിൽ പ്രകടമാക്കിക്കൊണ്ട് ഇല്ലേ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിച്ച് അതിൽ നിന്ന് ആത്മപ്രശംസയും പ്രശസ്തിയും പേരും ഒക്കെ ഉണ്ടാക്കാനൊക്കെ സാധിച്ചു എന്നിരിക്കും. സമ്പത്തും ഉണ്ടാക്കാൻ സാധിച്ചു. സർവ്വവിധ ഐശ്വര്യങ്ങളും ചിലപ്പോൾ വന്നിരിക്കും പുണ്യകർമ്മത്തിൻ്റെ ഫലം. അപ്പം അത് ശാശ്വതമല്ല. പിന്നെ അങ്ങനെ വേഷം കെട്ടി നടക്കുന്നവരെ ഈ പൗണ്ഡ്രൻ്റെ ഗതിയിലേക്ക് പോവുകയും ചെയ്യും. ഭഗവാൻ തന്നെ എല്ലാ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ട് ഇവരെ ഇങ്ങനെ ഭഗവാന്റെ വേഷം കെട്ടി നടക്കുന്നവരെ, ഇല്ലെങ്കിൽ ഞാൻ മനുഷ്യ ദൈവമാണ് എന്ന് വേഷം കെട്ടി പറഞ്ഞ് നടക്കുന്നവരെയൊക്കെ തകർത്ത് തരിപ്പണമാക്കും. ഇവിടെ യഥാർത്ഥത്തിൽ വിവേകം ശ്രദ്ധിച്ചാൽ ഒരിക്കലും ആ പരമമായ അന്ധകരണ ശുദ്ധിയും വിവേകവും ലഭിക്കുന്ന ഒരാളും ഞാൻ ദൈവമാണെന്ന് സ്വയം പ്രകടമാക്കുകയോ പറയുകയോ ചെയ്യില്ല എന്നർത്ഥം. അത് തനിക്ക് താൻ തന്നെ മനസ്സിലാക്കുന്ന അവസ്ഥയാണെന്നർത്ഥം. അതുകൊണ്ട് അതിന് കൂട്ടുനിൽക്കുന്നവരെയും ഭഗവാൻ നശിപ്പിക്കും. അതാണ് കാശിരാജാവിൻ്റെ ഗതി. അവിടെയുള്ള കുടുംബാംഗങ്ങളെയും ഇല്ലെങ്കിൽ അവരെ നാട്ടുകാരെയും കാശിരാജാവിൻ്റെ പ്രജകളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഈ തലയറുത്തിട്ട് കാശിരാജാവിൻ്റെ തല ചെന്ന് വീണത് കാശി രാജ്യത്തിൽ അവരുടെ കൊട്ടാരത്തിൻ്റെ മുമ്പിലാണെന്നർത്ഥം. അങ്ങനെ ഒരു സംവിധാനം കൂടെ ചെയ്തു. കാരണം ഇത്തരത്തിൽ വിഡ്ഢിവേഷം കെട്ടി നടക്കുന്നവർക്ക്
വേഷം കെട്ടിയിൽ അവരെ സഹായിക്കാൻ നടക്കുന്ന വിഡ്ഢികളുടെയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക. പൗണ്ഡ്രകൻ ഭഗവാനാണെന്ന് പറഞ്ഞ് വേഷം കെട്ടി നടന്നിരുന്നത് ആ ഭഗവാനോടുള്ള ശത്രുത കൊണ്ട് ആ പൗണ്ഡ്രകനെ സഹായിക്കാൻ വന്ന കാശി രാജാവിൻ്റെ ഗതിയും അധോഗതിയായിട്ട് മാറി എന്നർത്ഥം. ഇനി അതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ട് മകൻ തയ്യാറായിട്ട് കാശിരാജാവിൻ്റെ മകനും വന്നിട്ട് ഭഗവാനെ ആക്രമിക്കുന്നൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. എല്ലാവർക്കും നമസ്കാരം. ഓം ശാന്തി ശാന്തി ശാന്തി.